എത്രയായിന്ന് അറിയാമോ? പകുതി പോലും ആയില്ല. റിപ്പോർട്ടിന്റെ കാര്യമല്ല, ചായ എത്രയായിന്നാ ചോദിച്ചത്. എത്രയായി? 4 കപ്പായി. ഇനിയും വേണ്ടി വരും. അപ്പോ റിപ്പോർട്ട് കലക്കുമല്ലോ. കാണിച്ചു തരാം. പണവും സ്വാധീന ശക്തിയുള്ള ചിലർക്ക് ഇവിടെ എന്തും ചെയ്യാവുന്ന നിലയാണുള്ളത്. അക്കൂട്ടരെ നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ പോലീസിനെ കൊണ്ടുപോലും കഴിയുന്നില്ല. എപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കും. ഇനി ചായ തരൂല. സത്യത്തിൽ ചായ അല്ല വേണ്ടത്. പിന്നെ ഗീതേ, ലതയുടെ മേശപ്പുറത്ത് ഡിക്ഷണറി ഉണ്ട്, അതൊന്ന് എടുത്തു തരും. ഞാൻ എല്ലാ വിവരവും അച്ഛൻ എഴുതിയിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു. വേണം. എന്റെ ഇഷ്ടത്തിന് അച്ഛൻ ഒരിക്കലും തടസ്സം പറയില്ല. നമ്മുടെ വിവാഹം വേഗം നടത്തി തരും. വിപ്ലവകരമായ ഒരു വിവാഹമാണ് എനിക്കിഷ്ടം. ആരും അറിയാതെ സ്ഥലം വിട്ട് ബോംബെയിൽ എത്തുന്ന ത്രിൽ അറേഞ്ച്ഡ് മാരേജ് കിട്ടില്ല. എനിക്ക് അതിനുള്ള ധൈര്യമില്ല സണ്ണി. മതി. എത്ര സിഗരറ്റാ വയ്ക്കുന്നത്? എന്താ ഇതിന് വല്ലാത്തൊരു മണം? അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വരൂ, നമുക്ക് പോകാം. ഇവിടെ ഇരുന്നിട്ട് വല്ലാതെ തണുക്കുന്നു. തണുപ്പ് മാറ്റാൻ പറ്റിയതാണിത്. നാം വലിച്ചു നോക്കും. ഒന്ന് വെറുതെ എനിക്ക് തന്നെ. ഞാൻ മദാമയല്ല. മദാമ്മകൾ ഇത് വലിക്കുന്നത് കൊണ്ടാ അവരുടെ ചുണ്ട് റോസാപ്പ് പോലിരിക്കുന്നു. ഗുഡ് മോർണിംഗ് സർ. ഇരിക്കൂ. വേണുവിന്റെ പുതിയ സംരംഭം ഏതുവരെയായി? മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്നുകളിൽ മായം ചേർത്ത് മാർക്കറ്റിലെത്തിക്കുന്ന ഒരു ഏജൻസിയെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ വേണു വെറുമൊരു പ്രസ് റിപ്പോർട്ടർ മാത്രമല്ല, സാമൂഹ്യ സേവകൻ കൂടിയാണല്ലോ. സാറിനറിയാമോ, ഗവൺമെന്റ് സ്റ്റോക്ക് ചെയ്യുന്ന പെറ്റലിൻ മെഡിസിൻ മെഡിക്കൽ ഷോപ്പുകളിൽ എത്തിക്കുന്ന ഈ ഏജൻസി മൂലമാണ്. ഇതൊരു നെറ്റ്വർക്കാണ് സാർ. ഇവർ മായം ചേർക്കലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ലോട്ടറി ടിക്കറ്റുകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഇവയെല്ലാം വ്യാജമായ മാർക്കറ്റിൽ എത്തിക്കുന്ന ഇവരാണ്. ഈ റാക്കറ്റ് നമുക്ക് പൊളിക്കണം വേണം. പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി കിട്ടാനുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു ഭയങ്കര ബ്രെയിൻ ഉണ്ട് സാർ. ആരാണ് അയാൾ? അതറിയില്ല. പക്ഷേ കേന്ദ്രത്തിൽ വളരെ സ്വാധീന ശക്തിയുള്ള ആളാണ്. ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന കൈക്കൂലി രഹസ്യമായി പല പേരിലും ബാങ്കിൽ നിക്ഷേപിക്കുന്നത് ഈ വ്യക്തിയാണ്. അപ്പോൾ അയാളൊരു തിമിംഗലം തന്നെയാണല്ലോ. ആ തിമിംഗലം നമ്മുടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ മറന്നു കിടക്കും. ഐ സീ. കം ഓൺ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഹലോ 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 പ്രകാശ്. എന്താ ചേട്ടാ? ആരാടാ ഈ ഹേമ? ദിവസവും ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ചേട്ടൻ എന്നെ വഴക്ക് പറയരുത്. ഞങ്ങൾ തമ്മിൽ ഇൻ ലവ്. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇതിൽ ശകാരിക്കാൻ എന്തിരിക്കുന്നു? അതെ, പെൺകുട്ടി എങ്ങനെയാ? കാണാൻ സുന്ദരിയാ. അല്ലെങ്കിൽ നീ സ്നേഹിക്കില്ലല്ലോ. എടാ, പുരുഷന്മാരായാൽ കാണാൻ സൗന്ദര്യമുള്ള പെൺപിള്ളേരെ കണ്ടാൽ അല്പം പ്രേമം തോന്നിയിരിക്കും. പക്ഷേ വിവാഹം കഴിക്കുന്ന സമ്പത്തും സ്റ്റാറ്റസും ഉള്ളൊരു പെൺകുട്ടിയായിരിക്കണം എന്ന് മാത്രം. ഞാൻ ഹേമയെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തു. അതെ, ദാറ്റ്സ് നൈസ്. എന്നാലേ പെൺകുട്ടികൾ നമ്മൾ വിശ്വസിക്കും. വാക്കല്ലടാ മാറ്റാൻ പറ്റൂ. കാര്യം കണ്ടു കഴിഞ്ഞാൽ കട്ട് ഇറ്റ് ആൻഡ് സെറ്റിൽ ദ മാറ്റർ. ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞ പെൺകുട്ടികളെല്ലാം സ്വീകരിക്കാൻ നിന്നാൽ ആർക്യദാസിന്റെ ഭാര്യമാർക്ക് താമസിക്കാൻ ഒരു വലിയ കോളനി തന്നെ പണിയേണ്ടി വരുമായിരുന്നു. ആർക്യദാസ് കോളനി. ഞാൻ വാക്ക് മാറിയ അവൾ ആത്മഹത്യ ചെയ്യും ചേട്ടാ. ആത്മഹത്യ ചെയ്യുമല്ലോ. ഇനി യു ആർ ലക്കി. ഞാൻ ഇടപെടാതെ തന്നെ കാര്യം തീരുമല്ലോ. ചേട്ടാ, കൂടുതൽ സംസാരിക്കണ്ട. നീ ആരെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോ ഹേമയുടെ കാര്യം? അവൾ ആത്മഹത്യ ചെയ്തല്ലോ. ചേട്ടൻ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. Take it easy, my boy. I will help you. കൂലി വർദ്ധിപ്പിക്കുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. അടച്ചിട്ട ഫാക്ടറി തുറക്കുക. അടച്ചിട്ട ഫാക്ടറി തുറക്കുക. നിൽക്ക്. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? പറഞ്ഞിട്ട് എന്ത് വേണം? പറഞ്ഞിട്ട് പോയാൽ മതി. ഞങ്ങളിവിടെ ജോലി എടുക്കാൻ വന്നവരാ. ഇവിടെ ജോലി എടുക്കാതെ ഞങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ കൂലി കൂടുതൽ വെച്ചിട്ട് സമരം നടക്കാൻ സ്വന്തം വർഗത്തിനെതിരായി തൊഴിലാളികൾ കരിങ്കൽ പണി ചെയ്യരുത്. അതൊക്കെ മുതലാളിയോട് പറഞ്ഞാൽ മതി. ഞങ്ങളെ ജോലിക്ക് വെച്ചാൽ അദ്ദേഹമാണ്. ആരെ വിളിച്ചാലും ശരി, കമ്പനിക്കകത്തേക്ക് ജോലിക്ക് പോകുന്ന ഒരു കുഞ്ഞിനെ ഞങ്ങൾ അനുവദിക്കില്ല. ഈ വേദനയൊക്കെ നമ്മൾ എന്താണ് കേട്ടു വെക്കുന്നത്? വലിച്ചു മാറ്റിയിട്ട് കടന്നു പോകാത്തേക്ക്. നിന്റെ കരിങ്കൽ പണിക്കാരല്ലടോ. എന്ത് നേടം തേടായിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഗേറ്റ് ഇറങ്ങുന്നെങ്കിൽ അപ്പന്റെ മുട്ട് കല്ലുപിടിക്കും. പറഞ്ഞേക്കാം.
അവരെയൊക്കെ തല്ലി മാറ്റിട്ട് കിടന്ന് മാണോ ഇങ്ങോട്ട് അങ്ങോട്ട് അടിക്കണോ നോക്കി നിൽക്കാൻ ശരിയാക്കോ അടിക്കാമോട്ട് തല്ലണോ ഓരോട്ടോ നിർത്താല്ലേ പറഞ്ഞേ എന്താ നിങ്ങളുടെയൊക്കെ ഭാവം ഈ സമരം തല്ലി വിജയിപ്പിക്കാൻ നോക്കുകയാണോ ചോദിച്ചു കേട്ടില്ലേ സാറേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു തെറ്റും ഉണ്ടായിട്ടില്ല. കൂലി കൂടുതൽ ചോദിച്ചിട്ടുള്ള സമരം തുടങ്ങിയിട്ട് 50 ദിവസം കഴിഞ്ഞു. മുതലാളിക്കെതിരായിട്ടോ കമ്പനിക്കെതിരായിട്ടോ ഞങ്ങൾ യാതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ ഇവിടെ നടന്ന എന്താണ് കൈവിട്ടുകളിയായിരുന്നോ? സാറേ ഈ നിൽക്കുന്നവരാരും ഇവിടുത്തെ തൊഴിലാളികളൊന്നുമല്ല. മേനേരും മുതലാളികളും പുറത്തുനിന്ന് പണിയെടുക്കാൻ കൊണ്ടുവന്ന വാടക ഗുണ്ടകളാണ്. അവർ ചെയ്യുന്നത് കാര്യം കേട്ട് നോക്കി നിൽക്കണോ? തൊഴിലാളികൾ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യുന്നതിനോട് ഞങ്ങൾ എതിരല്ല. പക്ഷേ അത് അക്രമത്തിലോട്ട് കടന്നാൽ ഞങ്ങൾക്ക് ഇടപെട്ടേ പറ്റൂ. തൊഴിലാളികൾ പറയുന്നത് അതേപടി സാധിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ സാറേ? ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ലേബർ ഓഫീസറും മറ്റും ഉള്ളത്. അല്ലാതെ നിങ്ങളുടെ ഈ മാർഗത്തിലൂടെ സമരം അടിച്ചമർത്തി കൂടുതൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കരുത്. ഞങ്ങൾ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല സാറേ. ഞങ്ങളുടെ ഒരു ദിവസത്തെ കൂലി 15 രൂപയാണ്. ഇന്നത്തെ വിലക്കയറ്റം വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞത് 25 രൂപയെങ്കിലും കിട്ടാതെ ജീവിക്കാൻ നിവൃത്തിയില്ല. ഇതിനെക്കുറിച്ച് ഇവരുമായിട്ട് എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? 5 രൂപ കൂലി കൂടുതൽ കൊടുക്കാമെന്ന് ഞങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞതാ. 20 രൂപയല്ലേ? അതെ. നിർത്ത്. ഇങ്ങനെ ഇരു കൂട്ടരും ഒരേ പിടിവാശിയിൽ നിന്നാൽ പ്രശ്നം പരിഹരിക്കുന്ന അങ്ങനെയാ. മുതലാളി അകത്തുണ്ടോ? ഉണ്ട് സർ. നിങ്ങൾ അദ്ദേഹവുമായി ഒന്നുകൂടി ചർച്ച ചെയ്ത് നോക്കൂ. നിൽക്കൂ, എല്ലാരും കൂടി പോണ്ട. ആരെങ്കിലും ഒരാൾ പോയാ മതി. ഒരു കാര്യം ചെയ്യും, സഖാവ് പോ. നിങ്ങൾ ഇയാളെ വിളിച്ചോണ്ട് പോവും. ശരി സാർ. പാടോ. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? പറഞ്ഞത് കേട്ടില്ലേ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ എല്ലാത്തിനും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കും. ആ, നിങ്ങൾ ഇവിടെ നിന്നോളൂ. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചാൽ മതി. ഓ, പരീക്ഷ മാറ്റിവെച്ചതുകൊണ്ടായിരിക്കും ചിരിക്കുന്നത്. മാറ്റിവെച്ചോ? ലത റേഡിയോ ന്യൂസ് കേട്ടില്ലേ? ഞാൻ കേട്ടില്ല ചേച്ചി. യൂണിവേഴ്സിറ്റി ജീവനക്കാർ സമരം തുടങ്ങി. അധ്യാപകരും വിട്ടില്ല, അവരും തുടങ്ങി. അപ്പോ വെറുതെ ഇരിക്കുന്ന മോശമല്ലേന്ന് കരുതി സ്റ്റുഡൻസും തുടങ്ങി. ഓ, സമാധാനായി. എന്താ ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ വരുന്നു. ആളെങ്ങനെയുണ്ട് ഉസ്താദേ? അച്ഛേ, പക്ഷേ പാമ്പയിൽ ഇപ്പൊ നേപ്പാളി പെണ്ണുങ്ങൾക്കാണ് മാർക്കറ്റ്. ഇത് കോളേജ് സ്റ്റുഡന്റാ. 5000? അത് വളരെ കുറവാണല്ലോ. 7000 കബൂലാക്കാം. ഇത് കൊണ്ടുപോയി മേരിക്ക് പഠിപ്പിച്ചെടുക്കണ്ടേ? 10ൽ 1 രൂപ കുറഞ്ഞാൽ കച്ചവടം നടക്കില്ല ഉസ്താദേ. ആ പോട്ടെ, എനിക്കിത് വലിയ ലാഭമൊന്നുമില്ല. പക്ഷെ നാളെ രാത്രി ബാംബെ വണ്ടിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും. നാളെ വൈകിട്ട് ഒരു 7 മണിക്ക് ആ പഴയ സ്ഥലത്ത് വന്നാൽ മതി. ठीक है. ठीक है.